My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയൽ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 216ാമത്തെ എപ്പിസോഡിൽ ഗ്രാഫൈറ്റിസ് എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഗ്രാഫൈറ്റിസിൻ്റെ ജനറൽ സിംറ്റംസ് നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ രൂപരേഖ, അതിൻ്റെ ചിത്രം നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൻ്റെ പർട്ടിക്കുലേഴ്സാണ്. ഇവിടെ ഈ ഭാഗത്ത് തലയുമായിട്ട് ബന്ധപ്പെട്ട, മൂക്കുമായിട്ടും കണ്ണുമായിട്ടും വയറുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലർ സിംറ്റംസാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ വായിക്കുന്നത്. ഇവിടെ കാർബോവിജുമായിട്ടൊരു കമ്പാരിസൺ വരുന്നുണ്ട് പല സ്ഥലത്തും. അതുപോലെ ഈ പ്രകാശത്തോടുള്ള ഭയം, ഫോട്ടോഫോബിയ, പ്രകാശത്തോട് ഉള്ളൊരു സെൻസിറ്റിവിറ്റി, അതിൻ്റെ ഒരു കാര്യത്തിൽ ഗ്രാഫൈറ്റിസിന് വെല്ലുന്ന മരുന്നുകൾ വേറെ കാര്യമായിട്ടില്ല എന്നുള്ളൊരു നിരീക്ഷണവും കെൻഡിയോട് നടത്തുന്നുണ്ട്. അതുപോലെ പഴകിയ മദ്യപാനികളിൽ ഉണ്ടാകുന്ന ഉദരസംബന്ധമായ പ്രശ്നങ്ങളിൽ ഗ്രാഫൈറ്റിസിൻ്റെ പ്രയോഗം. ഇവിടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Hyperemia of the brain in the evening in a warm room, frequent moments of congestion to head and face with faint feelings, numbness felt in the whole head, burning spot on the vertex, drawing, pressing and tearing in forehead or eyes, stitching pains in the temples, pain from temples to side of the face and shoulders, one-sided headache in the morning on waking, tearing on one side of the head, extending to teeth and side of neck. തലയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാത്ത ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. തലയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് പ്രശ്നം തലയിൽ രക്തം ഇരച്ചു കയറി അവിടെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ, അതുകൊണ്ടാകുന്ന നമ്പനസ്, വേദന, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫെയിൻഡ് ഫീലിങ്. ഇനി അതിനൊരു പ്രധാനപ്പെട്ട മൊഡാലിറ്റീസാണ് പിന്നെ വരുന്നത്. Headaches are brought on from becoming cold and from looking into bright light. തണുപ്പടിക്കുന്നതുകൊണ്ടും നല്ല തീവ്രമായ പ്രകാശത്തിലേക്ക് നോക്കുന്നതുകൊണ്ടുമാണ് ഈ തലവേദനയും തലയുടെ പല പ്രശ്നങ്ങളും വരുന്നത്. ആർ വേഴ്സ് ഇൻ എ വാം റൂം, ഒരു ചൂടുള്ള മുറിയിൽ അതിൻ്റെ സ്ഥിതി മോശമാകും. ഈ ചൂടുള്ള മുറി എന്ന് പറയുന്നത് തണുത്ത രാജ്യത്തുള്ള ഒരു അവസ്ഥയാണ്. തണുത്ത രാജ്യത്ത് ചൂടുള്ള മുറി, ഇവിടെ മുറിയാകണമെന്നില്ല, ചൂടുള്ള അവസ്ഥയിൽ നമ്മൾ കാലാവസ്ഥയിൽ അങ്ങനെ വരാം. ആൻഡ് ബെറ്റർ ഇൻ ഓപ്പൺ എയർ, തുറന്ന വായുവിൽ ബെറ്ററുമാണ്. ദർ ഈസ് മാർക്ഡ് സോർനെസ് ഇൻ ദ സ്കാൽപ്പ്, ഇച്ചിങ് ഓഫ് ദ സ്കാൽപ്പ് വിത്ത് ഓർ വിത്തൗട്ട് എറപ്ഷൻസ്. അപ്പോൾ തലയോട്ടിൽ ചൊറിച്ചിലുണ്ട്, പരുക്കൾ ഉണ്ടാകാം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരാം. എക്സിങ് ഓഫ് ദ സ്കാൽപ്പ്, ഓസിങ് ഗ്ലൂട്ടിനസ് ഫ്ലൂയിഡ്, ഒരുതരം പരട്ടിച്ചൊറി പോലത്തെ അവസ്ഥയുണ്ട്, വെള്ളം പോലെ ഉള്ള സ്രവം വരുന്നു. എക്സിമ ബിഹൈൻഡ് ദ ഇയേഴ്സ്, ചെവിക്ക് പിന്നില്. ഫിസ്റ്റേഴ്സ് ദാറ്റ് ബ്ലീഡ് ബിഹൈൻഡ് ദ ഇയേഴ്സ്, ചെവിക്ക് പിന്നില് ഫിസ്റ്റേഴ്സ് വരുന്നു, അതിൽ നിന്ന് രക്തവാർച്ച ഉണ്ടാകുന്നു. സ്കെയിലി ഓപ്ഷൻസ് ഓൺ സ്കാൽപ്പ്, ഫാളിംഗ് ഔട്ട് ഓഫ് ഹെയർ, തലയിൽ പിന്നെ ചിതമ്പൽ പോലുള്ള എറപ്ഷൻസ്, മുടി ഒഴിഞ്ഞു പോകുന്നു. ബാൾഡ് ഷൈനി സ്പാച്ചസ് ഇൻ ദ സ്കാൽപ്പ്, തലയിൽ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ ഒരു രൂപയുടെ കോയിൻ്റെ വട്ടത്തിലും മറ്റുമൊക്കെ മുടി കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ. എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിക്ക് ഇത് പ്രശ്നം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ പിന്നീട് വായിച്ച ശേഷം അതിനെ കണ്ടെത്തി. അത് വിവാഹമൊന്നും കഴിക്കാനൊന്നും സാധിച്ചിരുന്നില്ല, വലിയ പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചിയിൽ തന്നെയുള്ള എൻ്റെ ഒരു സുഹൃത്തുള്ള ഡോക്ടറടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം നോക്കി. അത് ടിപ്പിക്കൽ ഗ്രാഫൈറ്റിസ് കണ്ടീഷൻ തന്നെയായിരുന്നു. ധാരാളം മരുന്നുകൾ ഈ വർഷം വരുന്നുണ്ട്, പക്ഷേ ആ കുട്ടിക്ക് ഗ്രാഫൈറ്റിസ് തന്നെയായിരുന്നു. ഗ്രാഫൈറ്റിസ് കൊടുത്തൊരു 3 മാസം കൊണ്ട് ഈ പാച്ചസിലെല്ലാം നല്ല മുടി വന്നു. ഈ എറപ്ഷൻസ്, ഈ ചെവിക്ക് പിന്നിലുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറിപ്പോയി. എക്സ്ട്രീം ഫോട്ടോഫോബിയ ഇൻ ദ സൺലൈറ്റ് വിത്ത് കോപ്പിയസ് ലാക്രിമേഷൻ, വല്ലാതെ കണ്ണിൽ നിന്ന് വെള്ളമുള്ളവരുമുണ്ട്, വല്ലാതെ ഫോട്ടോഫോബിയ ഉണ്ട് സൺലൈറ്റിൽ. നോ റെമഡി ഹാസ് ഫോട്ടോഫോബിയ മോർ മാർക്ഡ് ദാൻ ഗ്രാഫൈറ്റിസ്. ഗ്രാഫൈറ്റിസിലുള്ളതിനേക്കാൾ കൂടുതൽ തീവ്രമായി ഈ പ്രകാശത്തോടുള്ള സംവേദനക്ഷമത, പ്രകാശത്തെ പേടിക്കുക പോലും ചെയ്യുന്നൊരവസ്ഥ മറ്റൊരു മരുന്നിനും ഇല്ല. എന്ന് വെച്ചുകൊണ്ട് ഫോട്ടോഫോബിയ കാണുന്നതെല്ലാം ഗ്രാഫൈറ്റിസ് ആണെന്ന് വിചാരിക്കരുത്. നിരവധി മരുന്നുകളിലത് വരും.
കംപ്ലൈൻസ് ഫ്രം ഐ സ്ട്രെയിൻ, കണ്ണ് കൊണ്ടുള്ള അധ്വാനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ. ലെറ്റേഴ്സ് അപ്പിയർ ഡബിൾ വെൻ റൈറ്റിംഗ്, എഴുതുമ്പോൾ അക്ഷരങ്ങൾ രണ്ടായിട്ട് വരുന്നു. ലെറ്റേഴ്സ് റൺ ടുഗദർ വെൻ റീഡിംഗ്, വായിക്കുമ്പോൾ അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് പോകുന്നു. ഫ്ലിക്കറിംഗ് ആൻഡ് ഫിയറി സിഗ്സാഗ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ ഫീൽഡ് ഓഫ് വിഷൻ ഇൻ ദ ഈവനിങ്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ടും ധാരാളം പ്രശ്നങ്ങളുണ്ട്. കണ്ണിൽ നിന്ന് വെള്ളം വരല്, ഇരട്ടയായിട്ട് കാണൽ, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. മിസ്റ്റി വിഷൻ, വാനിഷിംഗ് ഓഫ് സൈറ്റ് ഡ്യൂറിംഗ് മെൻസസ്, ആർത്തവകാലത്ത് കണ്ണിലും കാഴ്ചയ്ക്കും മങ്ങല്. ഇറ്റ് ഹാസ് ക്യൂർഡ് അൾസറേഷൻ ഓഫ് ദ കോർണിയ, കോർണിയയിലെ വ്രണങ്ങളെ ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ദ ഫിഷേഡ് ക്യാൻ ദി ബ്ലീഡ് ഈസിലി ആൻഡ് ഇച്ച് വയലന്റ്ലി. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ ഗ്രാഫൈറ്റിസിൽ വരുന്നുണ്ട്. ഇനി ചെവിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ. ഡിസ്ചാർജ് ഫ്രം ദ ഇയർ, സ്റ്റിക്കി, വിസിറ്റ്, പസ്, ബ്ലഡി, ഒഫൻസീവ്. ചെവിയിൽ നിന്ന് പശിമയുള്ള ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള പഴുപ്പ്, രക്തം കലർന്ന പഴുപ്പ്, വല്ലാതെ ദുർഗന്ധമുള്ള സ്രവങ്ങൾ. നോയ്സസ് ഇൻ ഇയേഴ്സ്, ക്രാക്കിംഗ്, ഹാമറിംഗ്, ഹിസ്സിംഗ്, റിംഗിങ്, റഷിംഗ്, റോറിംഗ്, റിവറബേഷൻസ്. ചെവിയിൽ നിന്നും ചുരുക്കി പറഞ്ഞ എല്ലാത്തരം ശബ്ദങ്ങൾ, അപശബ്ദങ്ങൾ വരുന്നുണ്ട്. വയലന്റ് റോറിംഗ് അറ്റ് നൈറ്റ് ആൻഡ് ദ ഇയേഴ്സ് ഫീൽ സ്റ്റോപ്ഡ്, രാത്രിയിൽ ചെവിയിൽ വല്ലാതെ ഇരമ്പം, ചെവി അടച്ചതുപോലെ. തണ്ടറിംഗ്, റോളിംഗ് സൗണ്ട്സ് ഇൻ ഇയേഴ്സ്. ഡെഫ്നെസ് ഇൻ വേരിയസ് ഡിഗ്രീസ് ആൻഡ് ഹി ഹിയേഴ്സ് ബെറ്റർ ഇൻ എ നോയ്സ്. ബധിരത, ഡെഫ്നെസ് വിവിധ ഡിഗ്രികളിൽ, വിവിധ തീവ്രതകളിൽ ഗ്രാഫൈറ്റിസിൽ കാണും. ഇനി മറ്റൊരു രസകരമായ കാര്യം, ഹി ഹിയേഴ്സ് ബെറ്റർ ഇൻ എ നോയ്സ്, അതായത് ഒരു ശബ്ദ കോലാഹലത്തിനിടയിൽ അയാളുടെ ഹിയറിങ്, കേൾവി ശക്തി കൂടുന്നു. അതൊരു ടിപ്പിക്കൽ അവസ്ഥ, നാഡികളുടെ പ്രശ്നമാണത്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് ഇതേപോലെ ഈ ആളുകളുടെ ഇടയിൽ, ശബ്ദങ്ങളുടെ ഇടയിലായിരുന്നു പുള്ളിക്ക്, പൊതുവെ ജനറലി പുള്ളിക്ക് ശബ്ദങ്ങളുടെ കോലാഹലങ്ങളുടെ ഇടയിൽ നിന്ന് വായിക്കാൻ കേൾവി വളരെ ഭംഗിയാവും. ഞാനത് അദ്ദേഹത്തിലൂടെ പരീക്ഷ നോക്കിയിട്ടുണ്ട്. നമുക്ക് കേൾക്കാൻ പറ്റാത്തൊരു അത്ര ശബ്ദ കോലാഹലത്തില് ഇദ്ദേഹത്തിന്റെ കേൾവി വളരെ അക്യൂട്ടായിട്ട് മാറും. ഹി ക്യാൻ ഹിയർ ബെറ്റർ ദൻ റൈഡിങ് ഓൺ ദ കാർസ് ഇൻ ദ റോറിംഗ് ഓഫ് ദ ട്രെയിൻ. ഉണ്ടോ, കാറിൽ ഓടിക്കുമ്പോൾ, അന്നത്തെ കാറെന്ന് വെച്ചാൽ മിക്കവാറും തുറന്ന കാറുകളാണ്, വല്ലാത്ത ഒച്ചപ്പാടുണ്ടാവും. തീവണ്ടിയിൽ, അന്ന് കൽക്കരി വണ്ടിയുടെ കാലമാണ് ഈ പറയുന്നത്, 1-ാം നൂറ്റാണ്ട് മുമ്പ്. അത്രയ്ക്ക് വലിയ ശബ്ദത്തിനിടയിൽ ഈ ഗ്രാഫൈറ്റിസ് രോഗിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഡെഫ്നെസ് വിത്ത് എക്സിമാറ്റസ് ഇറപ്ഷൻസ് ഓൺ ആൻഡ് ബിഹൈൻഡ് ദ ഇയേഴ്സ്. സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ഇയേഴ്സ് ഇൻ കോൾഡ് എയർ. മാർക്ക് സ്വെല്ലിംഗ് ഓഫ് ദ ഇയേഴ്സ്. ഈ ചെവിക്ക് പിന്നിലുള്ള ഈ എക്സീമ, ഈ ഒരു പ്രശ്നം ഗ്രാഫൈറ്റിസിൽ ധാരാളമായിട്ടുണ്ട്. ഇനി മണത്തെക്കുറിച്ച്, സ്മെൽ വെരി അക്യൂട്ട്, മണത്തോടുള്ള, ഗന്ധങ്ങളോടുള്ള സെൻസിറ്റിവിറ്റി വല്ലാതെ കൂടുന്നു. ഷീ കനോട്ട് ടോളറേറ്റ് ഫ്ലവേഴ്സ്. അതുകൊണ്ട് പുഷ്പങ്ങളെ, പൂക്കളുടെ സുഗന്ധം എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഈ പൂക്കളുടെ സുഗന്ധം പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് കിട്ടിയ ഒരു ഇൻഡിക്കേഷൻ അതായിരുന്നു. പൂക്കളുടെ മണം പറ്റില്ല. പലതരത്തിൽ പരീക്ഷിച്ച് നോക്കി, പലതരം പൂക്കൾ, സ്മെല്ല് വളരെ അക്യൂട്ട്. അത് ഫ്ലവേഴ്സിന്റെ കാര്യത്തിൽ ഈ അക്യൂട്ട്നെസ് ഇൻടോളറൻസ് ആയിട്ട് മാറും. ലോസ് ഓഫ് സ്മെൽ വിത്ത് ഡ്രൈനെസ് ഇൻ ദ നോസ്. ഇനി മൂക്കിൽ വരണ്ടൊരവസ്ഥ, മൂക്ക് വരണ്ടു പോകുന്നൊരവസ്ഥയാണെങ്കിൽ ഗന്ധം നഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊരു എക്സ്ട്രീമും ഗ്രാഫൈറ്റിസിലുണ്ട്. വിത്ത് കൊറൈസ, ഡിസ്ചാർജ് ഫ്രം ദ നോസ്, ബ്ലഡി മ്യൂക്കസ് ഓർ പസ്, വെരി ഒഫൻസീവ്, വിസിറ്റ് തിക്, സംടൈംസ് യെല്ലോ. എല്ലാ തരത്തിലുള്ള ഡിസ്ചാർജും ഉണ്ട്, ചിലപ്പോൾ മഞ്ഞ നിറത്തിലും ആകാം. ഇറ്റ് ഈസ് എ മോസ്റ്റ് യൂസ്ഫുൾ റെമഡി ഇൻ ക്രോണിക് നാസൽ കാറ്ററ. മുക്കിന്നുണ്ടാകുന്ന കാറ്ററ കണ്ടീഷൻ, പഴകിയ സ്രവങ്ങള്, അതിന്റെ കാര്യത്തിൽ വളരെയധികം ഉപയോഗപ്രദമായ ഒരു ഔഷധമാണ് ഗ്രാഫൈറ്റിസ്. വെരി പെയിൻഫുൾ ഡ്രൈനെസ് ഇൻ നോസ്. മൂക്കിലെ ഡ്രൈനെസിന്റെ കാര്യത്തിൽ അത് വളരെ വേദനാജനകമാണ്, ഗന്ധമില്ല. ദ ബോൺസ് ആൻഡ് കാർട്ടിലേജ് ഓഫ് ദ നോസ് ബിക്കം വെരി സോഫ്റ്റ് ടച്ച്. മൂക്കിലുള്ള അസ്ഥികൾ, തരണാസ്ഥി ആയാലും ശരി, സാധാരണ അസ്ഥി ആയാലും ശരി, തൊട്ടാൽ പ്രശ്നം. സ്നീസിംഗ് ആൻഡ് ഫ്ലൂവൻ കൊറീസ സ്മാർട്ട് ക്ലാസ് ഇൻ കാർബോവേജ്. കാർബോവേജിലേതുപോലെ ഫ്ലൂവൻ കൊറീസ, തുമ്മല്, ജലദോഷം, നീറിളക്കം എന്നൊക്കെ പറയുന്ന അവസ്ഥ കാർബോവേജിനോളം തന്നെ. അപ്പൊ കാർബോവേജ് വളരെ അക്കാര്യത്തിൽ വളരെ പ്രമാണിയാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് തുടർന്ന് കാർബോവേജിലേക്കൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഗ്രാഫൈറ്റിസിന്റെ കാര്യത്തിലും കാർബോവേജ് മാരിയുണ്ട്. ഫ്രീക്വൻസ് അറ്റാക്സ് ഓഫ് കൊറൈസ ഓൾ വിന്റർ,
മഞ്ഞുകാലത്ത് മുഴുവനുണ്ട്. വേഴ്സ് ഇൻ കോൾഡ് എയർ, തണുത്ത വായുവിൽ വർദ്ധിക്കുന്നു. കൊറേസ് എക്സ്റ്റെൻസ് ടു ലാരിങ്സ്, സൊനവയുടെ അടുത്തോളം ചെല്ലുകയാണ്. ലൈക്ക് കാർബോജ്, അവിടെയും കാർബോജിനോട് സാദൃശ്യം. മൂക്കിലെ പ്രശ്നങ്ങൾ ലാരിങ്സിലേക്ക്, സൊനവേടകത്തിലേക്ക് വരെ എത്തുന്നു. എസ്കോറിയേറ്റഡ് സോർ ക്രാക്ക്ഡ് നോസ്ട്രിൽസ് ആർ പ്ലഗ്ഡ് വിത്ത് സ്കാബ്സ് ആൻഡ് ഹാർഡ് മ്യൂക്കസ് ഫാർ അപ്പ് ഇൻ ദ നോസ്. അപ്പൊ ഈ മൂക്കിൽ ഇത് വന്നിട്ട് സ്രവങ്ങൾ വന്നിട്ട് അതിന്റെ തൊലി പോയിട്ട് അവിടെ പൊറ്റയും മറ്റേ ഈ കഫമൊക്കെ കട്ട പിടിച്ച് അടഞ്ഞ് പ്ലഗ്ഡായ അവസ്ഥ, നിറഞ്ഞ് കട്ടിയായ അവസ്ഥ, ചൊറിയിൽ വരുന്നു, എല്ലാം വന്ന് ഹാർഡ് മ്യൂക്കസ് എല്ലാം വന്ന് മൂക്ക് അടഞ്ഞു പോകുന്നൊരവസ്ഥ. അൾസേഴ്സ് ഇൻ ദ നോസ്, ഫിഷേഴ്സ് ഇൻ നോസ്ട്രിൽസ് ദാറ്റ് ബേൺ ആൻഡ് ഇൻറ്റുറേറ്റ്. മൂക്കിനുള്ളിൽ ഫിഷേഴ്സ് വന്നിട്ട് പൊള്ളുന്ന അനുഭവം, കട്ടിയാവുന്ന അനുഭവം. ദ ഫേസ് ഇസ് പെയിൽ, വാക്സി ആൻഡ് സിക്കി. ഇത് മുഖഭാവമാണ്, മെഴുക് പോലെ വിളറിയ അവസ്ഥയിൽ, സിക്കിലി, രോഗം കണ്ടാൽ തന്നെ രോഗിയാണ് എന്ന് തോന്നുന്നൊരവസ്ഥ. എക്സിമ ആൻഡ് ഹെർപ്പസ് ആർ ഫൗണ്ട് ഇൻ ദ ഫേസ് വിത്ത് ഗ്ലൂട്ടിനസ് മോയ്സ്ചർ. മുഖത്തും ഒക്കെ ഈ പറയുന്ന പരുക്കളും വ്രണങ്ങളും ചൊറിയും ഒക്കെ ഉണ്ട്. അത് വെള്ളം പോലുള്ള സ്രവം അതിൽ നിന്നുണ്ട്. ഇച്ചിങ് വിത്ത് ഓർ വിത്തൗട്ട് ഇറപ്ഷൻസ്, ചൊറിച്ചിൽ ഇറപ്ഷനോട് കൂടിയോ അല്ലാതെയോ. എ സെൻസേഷൻ ആസ് ഓഫ് എ കോബ് ഓൺ ദ ഫേസ്, മുഖത്ത് ഈ കട്ടിയുള്ള മാറാല, അല്ല കട്ടിയുള്ള മാറാല മുഖത്ത് നിന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഒരു അനുഭവം. ഈ അനുഭവം നമ്മൾ വേറെ ചില മരുന്നുകൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ദ സബ്നാച്ചുറൽ ഗ്ലാൻഡ് ഈസ് സോളൻ ആൻഡ് ഇൻറ്റുറേറ്റഡ്. ദ ഗംസ് ആർ സെറ്റിലിംഗ് അവേ ഫ്രം ടീത്ത്, ദ ടീത്ത് ബേൺ ആൻഡ് സ്റ്റിങ്. അപ്പോൾ കഴുത്തില് സബ്നാച്ചുറൽ ഗ്ലാൻഡ്സ് വീർക്കുന്നു, കട്ടിയാകുന്നു, മോണയിൽ വീക്കം ഉണ്ടായിട്ട് പല്ലും മോണയും തമ്മിൽ വേർപെടുന്നൊരവസ്ഥ, പല്ലില് പൊള്ളല്, സ്റ്റിങ്, പല്ലില് കുത്തുന്ന പോലെ പൊള്ളുന്ന പോലെ വേദന, വളരെ യുണീക്കാണത്. ഡ്രോയിങ് പെയിൻ ടീത്ത് ഇൻ കോൾഡ് വിൻഡ്, തണുത്ത കാറ്റിൽ വല്ലാത്ത വലിക്കുന്ന പോലുള്ള വേദന. ടിയറിങ് ടീത്ത് വേഴ്സ് ഫ്രം വാംത്ത്, ചൂട് കൊണ്ട് പല്ലുകളിലിങ്ങനെ വലിച്ചു കീറുന്ന പോലുള്ളൊരു വേദന. ടേസ്റ്റ് ഇൻ ദ മൗത്ത് ഈസ് ബിറ്റർ, സാൾട്ടി, സോർ ആൻഡ് ലൈക്ക് സ്പോയിൽഡ് എഗ്സ്. നോസിയേറ്റിംഗ് ടേസ്റ്റ് ഇൻ ദ മോർണിംഗ്, സോർ ടേസ്റ്റ് ആഫ്റ്റർ ഈറ്റിംഗ്. വായിൽ എല്ലാവിധ ദുസ്വാദുകളും ഉണ്ട്, കയ്പുണ്ട്, ഉപ്പുണ്ട്, ചവർപ്പുണ്ട്, ചീഞ്ഞ മുട്ടയുടെ പോലെ ഉണ്ട്, ഛർദ്ദിക്കാൻ വരും, ഓക്കാനും വരുന്ന പോലുള്ള ഗന്ധങ്ങൾ വായിന്ന് വരും, രുചിയുണ്ടാകും. പ്രഭാതത്തില് ആഹാരം കഴിച്ച ശേഷം സോർ ടേസ്റ്റ്, ചവർപ്പ്. നാവിൻ പ്രശ്നം, ടങ് ഈസ് കോട്ടഡ് വൈറ്റ്, ബേണിംഗ് ബ്ലിസ്റ്റേഴ്സ്, എല്ലാത്തരം പ്രശ്നങ്ങളും നാവിലും ചുണ്ടിലും ഒക്കെ ഉണ്ട്. ഡ്രൈനസ് ഓഫ് ദ മൗത്ത് ഇൻ ദ മോർണിംഗ് ഓൺ വേക്കിംഗ്, രാവിലെ ഉടനെ കേൾക്കുമ്പോൾ വായ വരണ്ടിരിക്കുന്നു. ഓൾസോ ഇൻ ദ നൈറ്റ് ഓൺ വേക്കിംഗ്, രാത്രി കൊണ്ടുവരാൻ നേരത്തും വായ വരണ്ടിരിക്കും. സലൈവ ഫ്ലോസ് ഫ്രം ദ മൗത്ത് ഡ്യൂറിങ് ദ നൈറ്റ്, രാത്രിയിൽ വായിന്ന് ഉമിനീര് ഒഴുകുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടു തരത്തിലുണ്ട്, ഡ്രൈനസ്സും ഉണ്ട്, സലൈവ ഒഴുകുന്ന അവസ്ഥയുണ്ട്. ക്രോണിക് സോർ ത്രോട്ട് വിത്ത് അൾസറേഷൻ ആൻഡ് സ്വെല്ലിംഗ്, സോളൻ ടോൺസിൽസ്, നൈറ്റ്ലി പെയിൻ ത്രോട്ട്, കോപ്പിയസ് വൈറ്റ് വിസിൻ മ്യൂക്കസ്. അപ്പോൾ തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാത്തരം പ്രശ്നങ്ങളും, തൊണ്ടവീക്കം, ടോൺസിൽ വീക്കം ഒക്കെ ഉണ്ട്. വസ്തുത്തിൽ ഗ്രാഫൈറ്റീസിൽ എല്ലാത്തരം പ്രശ്നങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ഈ പെക്യുലാരിറ്റീസ് നോക്കുമ്പോൾ, ഒരു അവയവമായിട്ട് നോക്കുമ്പോൾ അതിലില്ലാത്ത പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഗ്രാഫൈറ്റീസിൻ്റെ കാര്യം. അപ്പോൾ ഗ്രാഫൈറ്റീസ് നോക്കുമ്പോൾ അതിൻ്റെ ജനറാലിറ്റി നോക്കണം, ജനറാലിറ്റി ഉണ്ടോ ഇല്ലയോ. പെക്യുലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പർട്ടിക്കുലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സിംറ്റംസ് ഉണ്ട്. അത് മറ്റ് നിരവധി ഔഷധങ്ങളും കവർ ചെയ്യുന്നതായിരിക്കും. റേവിനസ് ആപ്പിറ്റൈറ്റ്, വല്ലാത്ത അമിതമായ വിശപ്പ്. വയലന്റ് തേഴ്സ്റ്റ് ഇൻ ദ മോർണിംഗ് വിത്ത് ഡ്രൈ മൗത്ത് ആൻഡ് ഇന്റേണൽ ഫീവർ. അപ്പോൾ നമ്മൾ നേരത്തെ വായ വരണ്ടിരിക്കുന്ന അവസ്ഥ കണ്ടു, അതിന് ഇന്റേണൽ ഫീവർ, ഉൾപ്പനി എന്നൊക്കെ പണ്ട് പറയും, ഉൾപ്പനി. ഇന്നിപ്പോൾ അങ്ങനത്തെ പ്രയോഗങ്ങളില്ല, ഉൾപ്പനി. പുറമേ നോക്കി ടെമ്പറേച്ചർ ഉണ്ടാകും, പക്ഷെ രോഗി പറയും പനിയുണ്ട്, ഉൾപ്പനി. പലപ്പോഴും ഈ അർബുദത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷയത്തിൻ്റെയൊക്കെ ലക്ഷണങ്ങളായിട്ട് അത് പണ്ട് അതിനെ വ്യാഖ്യാനിക്കുമായിരുന്നു. വരണ്ട വായ, ഉണങ്ങിയ വായ, ഉള്ളിൽ പനിയുടേതായിട്ടുള്ള ഫീല്, വല്ലാത്ത ദാഹം. ഇത് നമ്മൾ പുറത്ത് പോയി മോഡേൺ മെഡിസിനിലൊക്കെ പോയി കഴിഞ്ഞാൽ തെർമോമീറ്ററൊക്കെ വെച്ച് നോക്കിയിട്ട് പനിയില്ല, അത് നിങ്ങളെ തോന്നലാന്ന് പറയും. ആവേഷൻ ടു മീറ്റ്, ഈ പ്രധാനപ്പെട്ട ചില ആവേഷൻസ്. മാംസത്തോട് ഇഷ്ടക്കേട്, പാകം ചെയ്ത ഭക്ഷണത്തോട്, മത്സ്യത്തോട്, ഉപ്പിനോട്, മധുരത്തോട് ഒക്കെ ആവേർഷൻ. അതാണ് ഗ്രാഫൈറ്റീസിന്റെ ലക്ഷണം. He is driven to eat to relieve a feeling of suffocation and burning
നോവിങ് ഇൻ ദ സ്റ്റൊമക്ക്. അയാൾ ആഹാരം കഴിക്കാൻ നിർബന്ധിതനാകുന്നപ്പോഴാണ് ഒരു വയറ്റില് ഒരു സഫക്കേഷൻ, വീർപ്പുമുട്ടല്, പൊള്ളല്, കടിക്കല്, കുത്തല്, ഇങ്ങനെയൊക്കെയുള്ള ഫീല് വരാൻ നേരത്ത് അതിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫൈറ്റിസ് രോഗി ആഹാരം കഴിക്കുന്നത്. ആഹാരം കഴിക്കാൻ നിർബന്ധിതയായിത്തീരും. വല്ലാത്ത വിശപ്പുണ്ട്. പെയിൻ ഇൻ ദ സ്റ്റൊമക്ക് റിലീവ്ഡ് ബൈ ഈറ്റിംഗ്. ഇത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ആഹാരം കഴിക്കുമ്പോൾ വയറുവേദനയ്ക്ക് ശമനം ഉണ്ടാകും. വയറുമായിട്ട് ബന്ധപ്പെട്ടും ഇതേ പറഞ്ഞ പോലെ നിരവധി ലക്ഷണങ്ങളുണ്ട്. സ്റ്റൊമക്ക് ഫീൽസ് കോൺസ്റ്റന്റ്ലി ഇൻ എ സ്പോയിൽ ടേസ്റ്റ് ഓർ ആസ് ഫ്രം ഇൻഡൈജഷൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം, വയറെപ്പോഴും ഒരു സ്പോയിൽഡ്, ആകെ നാശമായ അവസ്ഥ. എൻ്റെ വയറാകെ നാശമാണ്, എൻ്റെ വയറാകെ കേടാണെന്ന് ചില ആളുകൾ പറയും. ആ ഒരു അവസ്ഥ ഗ്രാഫൈറ്റിസ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദഹനക്കേട് കൊണ്ടാണ്. ഈ വല്ലാത്ത വിശപ്പുണ്ട്. വിശപ്പ് ആഹാരം കഴിച്ചാൽ ശമനമൊക്കെ ഉണ്ട്, എന്നാൽ പോലും ദഹനക്കേടുമുണ്ട്, വയറാകെ നാശമാവുകയും ചെയ്യും. ഫ്ലാറ്റ്നസ് ഈസ് ആസ് മാർക്ഡ് ആസ് ഇൻ കാർബോവിച്ച്. വീണ്ടും താരതമ്യം, കാർബോവിച്ചിലേതുപോലെ വയറിൽ വായുകെട്ടല്. ഗ്യാസ്ട്രിക് കാറ്റർ വിത്ത് ഇന്റേണൽ ഹീറ്റ് ഡ്രൈവ് ഹിം ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. അപ്പോൾ ഈ ഇന്റേണൽ ഹീറ്റ് എന്ന് നേരത്തെ പറഞ്ഞു, ഉൾപ്പനി, ആന്തരികമായ ഉഷ്ണം, അതുകൊണ്ടുണ്ടാകുന്ന ഗ്യാസ്ട്രിക് കാറ്റാറൽ കണ്ടീഷൻ, അതിനെ ശമിപ്പിക്കാൻ, ആ പ്രയാസം ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഗ്രാഫൈറ്റിസ് പേഷ്യന്റ് ആഹാരം കഴിക്കുകയും പാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഗ്യാസ്ട്രിക് പെയിൻസ് വേഴ്സ് ഫ്രം കോൾഡ് ഡ്രിങ്ക്സ് ആൻഡ് ബെറ്റർ ബൈ വാം മിൽക്ക്. തണുത്ത പാനീയങ്ങൾ കൊണ്ട് വയറിലെ വേദനകൾ വർദ്ധിക്കും. ചൂടുള്ള പാല് കുടിച്ചാൽ അവർക്ക് സൗഖ്യമുണ്ട്. പീരിയോഡിക്കൽ ഗ്യാസ്ട്രാൾജിയ വിത്ത് വൊമിറ്റിംഗ് ഓഫ് ഫുഡ് സൂൺ ആഫ്റ്റർ ഈറ്റിംഗ്. അപ്പോൾ കഴിച്ച ആഹാരം ഛർദ്ദിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. ഇറ്റ് ഇസ് എ വണ്ടർഫുൾ റെമഡി ഫോർ ഓൾ ഡ്രങ്കാർഡ്സ് വെൻ ദ ഗ്യാസ്ട്രിക് സിംറ്റംസ് എഗ്രി. വയറിൻ്റെ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ പോലെ വയറിൻ്റെ പ്രശ്നങ്ങൾ ചേർന്ന് വരികയാണെങ്കിൽ പഴയ മുഴുക്കുടിയന്മാരുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഗ്രാഫൈറ്റിസ് ഒരു അത്ഭുതകരമായ ഔഷധമാണ്. ഇവിടെ കാർബൺ ബൈസൾഫൈഡ് ആ ഒരു ഔഷധമായിട്ടുള്ളൊരു താരതമ്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് നിരവധി പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇനിയുണ്ട്, നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.